ആവണ്ണം അല്ലാഹ് പടച്ചാത്താൻ തന്നെ യാ ഗൗസുൽ ആളം എന്ന് അല്ലാഹ് വിളിച്ചോ, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ യാ ഗൗസുൽ ആളം എന്ന് വിളിച്ചു എന്നാണ് ഖാദി മുഹമ്മദ് റഹിമഹുല്ലാ അവിടുത്തെ മാലയിൽ പറയുന്നത്. എപ്പോഴാണ് യാ ഗൗസുൽ ആളം എന്ന് വിളിച്ചത്? ആരാണ് അത് കേട്ടത്? എവിടെ വെച്ചാണ് ആ വിളി നടന്നത്? എന്താണ് ഈ യാ ഗൗസുൽ ആളം എന്നതിന്റെ അർത്ഥം? ഇതെല്ലാമാണ് ഇതിൽ ചർച്ച ചെയ്യേണ്ടത്. അൽ ഗൗസുൽ ആളം ഏറ്റവും മഹാനായ സഹായി എന്നാണ് അതിന്റെ അർത്ഥം. അൽ ഗൗസ് സഹായിക്കുന്നത്, അൽ അളം ഏറ്റവും മഹാനായ, ഏറ്റവും മഹാനായ സഹായി എന്ന് ശൈഖ് ജീലാനിയെ അള്ളാഹു വിളിച്ചു. അള്ളാഹുവിനെ സഹായിക്കുന്ന ആള് എന്നാണോ അർത്ഥം? ഒരിക്കലുമല്ല. മുഅ്മിനീങ്ങൾ, ഔലിയാക്കൾ അവരൊക്കെ അള്ളാഹുവിനെ സഹായിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാറ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നവരാവണം. കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീൻ, ഈസ നബി അലൈഹിസ്സലാം ഹവാരിയീങ്ങളോട് പറഞ്ഞതുപോലെ, മൻ അൻസ്വാരി ഇലല്ലാഹ്, എന്നെ അള്ളാഹുവിലേക്ക് സഹായിക്കുന്നവൻ ആരാണ്? ഖാലൽ ഹവാരിയൂന, ഹവാരിയീങ്ങൾ പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹി, ഞങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നവരാണ്. അള്ളാഹുവിനെ സഹായിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് അവർ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹ് വളരെ പരിതാപകരാ, വളരെ കഷ്ടത്തിലാ, ഞങ്ങൾ സഹായിച്ചാൽ എങ്ങനെ അള്ളാഹു രക്ഷപ്പെടൂ എന്നൊന്നുമല്ലല്ലോ അതിന്റെ അർത്ഥം. അങ്ങനെയല്ലല്ലോ അതിന്റെ അർത്ഥം. അതേപോലെ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളെ പാദങ്കാൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. അതിന്റെയും അർത്ഥം അള്ളാഹു തആല വളരെ കഷ്ടത്തിലാണ്, പ്രയാസത്തിലാണ്, എങ്ങനെങ്കിലൊക്കെ നിങ്ങൾ സഹായിക്കണം എന്നല്ലല്ലോ. മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, അള്ളാഹ്ക്ക് നല്ല രൂപത്തിൽ കടം കൊടുക്കുന്നവൻ ആരുണ്ട് എന്ന് ചോദിച്ചതിന്റെ അർത്ഥം അള്ളാഹു തആല ഇരിക്കക്കൂര പോലും വിറ്റ് പണയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അല്ലല്ലോ. അങ്ങനെയാണോ? അല്ല. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക, ദീനിനെ സഹായിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അറിയാത്തതുകൊണ്ടും കഴിയാത്തതുകൊണ്ടും സാധിക്കാത്തതുകൊണ്ടും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഈ രൂപത്തിൽ ത്യാഗം ചെയ്ത് യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായി ദീൻ വളർത്തിയതും പ്രചരിപ്പിച്ചതുമൊക്കെ അതൊന്നുമില്ലാതെ അല്ലാഹു തആലാക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാം വളർത്തുവാനും പ്രചരിപ്പിക്കുവാനും നിലനിർത്തുവാനും സാധിക്കാത്തത് കൊണ്ടല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഴിവും അവന്റെ ശക്തിയും അത്ര പ്രകടിപ്പിക്കാനേ അവൻ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് ഔലിയാക്കളെ കൂട്ടത്തിൽ ഔലിയാക്കളൊക്കെ അള്ളാഹുവിന്റെ ദീൻ സഹായിക്കുന്നവരാണ്.
ഔലിയാക്കളെ കൂട്ടത്തിൽ കുത്തുബ് ആണ് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ളത്. ആ കുത്തുബാണ് മഹാനായ ഗൗസുൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എങ്കിൽ ഏറ്റവും മഹാനായ സഹായി തന്നെയാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്നതിൽ തർക്കമില്ല. അവിടെ ചിന്തിക്കേണ്ടത് ലോകത്തുള്ള എല്ലാ ഔലിയാക്കളെ കൂട്ടത്തിലും ഏറ്റവും മഹാനായ സഹായിയാണ് മുഹീദ്ദീൻ ശൈഖ് എന്നർത്ഥമില്ല. ലോകത്തുള്ള എല്ലാ കുത്തുബുകൾക്കും കുത്തുബാണ് എന്നർത്ഥമില്ലാത്തതുപോലെ തന്റെ കാലഘട്ടത്തിലും അതിനുശേഷവും ഉള്ള ഔലിയാക്കളെ കൂട്ടത്തിൽ ഏറ്റവും മഹാനായ സഹായിയാണ് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നേ അർത്ഥമുള്ളൂ എന്ന് പറയേണ്ടതില്ല. എപ്പോഴാണ് അങ്ങനെ അത് വിളിച്ചത്? മഹാന്മാരായ മശായിഖുമാർ തഫ്രീഉൽ ഖാത്തിർ, ജവാഹിറുൽ ഖലാഇദ് ഇതുപോലുള്ള പല ഗ്രന്ഥങ്ങളിലും വളരെ വ്യക്തമായി പറയുന്നത് കാണാം. ഗൗസ് എന്ന് മാത്രം പറഞ്ഞാൽ അൽ മുറാദ് ബിഹി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ്. ലിഅന്നഹുൽ മുഖാതബു ബിഹി മിനൽ ഹഖ് തആല, അല്ലാഹു തആലയിൽ നിന്ന് ആ പേരുകൊണ്ട് അഭിസംബോധനം ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് അവർ. അതുകൊണ്ട് ഗൗസ് എന്ന് നിരുപാധികം പറയപ്പെട്ടാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ് എന്നതിൽ തർക്കമില്ല. വേറെ ധാരാളം അഇമ്മത്ത് സൂഫിയകളിൽപ്പെട്ട മശായിഖന്മാർ പറയുന്നു, ആദരവായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ തിരുഹളറത്തിൽ ഉന്നതമായ സ്ഥാനത്ത് എത്തിയപ്പോൾ ആ ഉന്നതമായ സ്ഥാനത്ത് ഹദറത്തുൽ ഖുദ്സിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ യാ മുഹമ്മദ് മുത്തുനബിയെ അവിടെ നിൽക്കണം. ഒരാൾ വന്ന് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുന്നു, ശ്രദ്ധിക്കുന്നു. പറയപ്പെട്ടു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രത്യേകം അഭിവാദ്യങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ അഭിവാദ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന സമയത്ത് അതിസുന്ദരനായ പ്രകാശം കൊണ്ട് മൂടപ്പെട്ട ഒരാൾ അവിടെ നിൽക്കുന്നു. സ്വയം ഞാൻ ചോദിച്ചു, ഇതാരാ? പറയപ്പെട്ടു, ഇത് നിങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ്. അവർക്ക് അബ്ദുൽ ഖാദിർ എന്നാണ് പേർ. അവർ അൽ ഗൗസ് അൽ അഅ്ളം എന്ന ആ സ്ഥാനം കൈവരിച്ചവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേട്ട് സായുജ്യമടയുകയും അതിന് ശുക്ർ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് തഫ്രീഉൽ ഖാത്തിർ എന്ന ഗ്രന്ഥത്തിൽ ധാരാളം സൂഫിയാക്കളെ തൊട്ട് അവർക്ക് സ്വപ്നം മുഖേന കിട്ടിയ മുക്കാശഫയുടെ ഇൽമിൽ വിവരിക്കപ്പെട്ടതായിട്ട് കാണാം. അവിടെ ആ സമയത്ത് മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ അങ്ങനെ ഒരു പേര് വിളിക്കപ്പെടുന്നതിന് തടസ്സമില്ല. മഹദിയായ മറിയം ബീവിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയെ വിളിച്ച് സന്ദേശം അറിയിച്ചത് ഖുർആനിലുണ്ട്. മറിയം ബീവിയുടെ ഉമ്മ ഹന്നത്ത് ബീവിയെ വിളിച്ച് സന്ദേശം അറിയിച്ചത് ഖുർആനിലുണ്ട്. അതൊന്നും മലക്കുകൾ മുഖേനയോ മറ്റുള്ളവർ കേട്ടിട്ടോ അല്ലല്ലോ. അവര് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അത് കേട്ടിരിക്കും, അറിഞ്ഞിരിക്കും, അവര് മറ്റുള്ളവരോടത് പറഞ്ഞിരിക്കും. ആ അടിസ്ഥാനത്തിലാവാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഗൗസുൽ അഅ്ളം ആ മഹത്തായ സ്ഥാനത്തിൽ ആ പദവിയിൽ എത്തിയിട്ടുള്ളവർ എന്ന് അഭിസംബോധനം ചെയ്തത്. ഏതായിരുന്നാലും
അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ യാ ഗൗസുൽ അഅ്ളം എന്ന് വിളിക്കുന്നതിന് വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ എതിരല്ല. മറിച്ച് അത് അങ്ങനെ വിളിക്കാം, അങ്ങനെ അഭിസംബോധനം ചെയ്യാം എന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അത് ധാരാളം ചരിത്രകാരന്മാർ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മഹാനായ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാ, മഹാപണ്ഡിതനായ ഖാദിയാർ തന്റെ മാലയിൽ പറഞ്ഞത്, ആവണ്ണം അല്ലാ പാടച്ചാത്താൻ തന്നെ യാ ഗൗസൽ അഅ്ളം എന്ന് അല്ലാ വിളിച്ചോവർ. മഹാനായ ഇതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ഗൗസൽ അഅ്ളം, ഏറ്റവും മഹത്തായ മഹാനായ സഹായി എന്ന് മുഹീദ്ദീൻ ശിഹാബ് റളിയല്ലാഹു അൻഹുവിനെ അഭിസംബോധനം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ സഹായവും മദതും ജീവിതത്തിലുടനീളം നാളെ ബർസഖി ലോകത്തും ആഖിറത്തിലും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു തആല നിറവേറ്റി സന്തോഷം നൽകുമാറാകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا ارحم الراحمين.